ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും. പൊതു അഭിപ്രായം, പൊതുസമ്മതി, പൊതു താല്പര്യം എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ജനത്തെ കൂട്ടിവരുത്താൻ എളുപ്പമായിരുന്നു. ക്രൂശിക്ക എന്ന് അലറിക്കാനും എളുപ്പമായിരുന്നു. പൊതുസമൂഹത്തെ തെറ്റായി ധരിപ്പിക്കാൻ എളുപ്പമാണ്. ജനക്കൂട്ടം പലപ്പോഴും ചിന്തിച്ചുകൊണ്ടോ കാര്യവിചാരകത്വത്തിലോ അല്ല സംഘടിക്കുന്നത്. ഒരാവേശത്തിൻ്റെ പുറത്ത്, ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ പുറത്ത്, അണികളായി നിൽക്കുന്നതിൻ്റെ പുറത്ത് അവർ സംഘടിക്കപ്പെടാം. അങ്ങനെയാണ് ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത്. എന്നാൽ അങ്ങനെ പൊതുജനം, കൂടി വന്ന ജനം, മെജോറിറ്റി ക്രൂശിച്ചവനെ ദൈവം ഉയർപ്പിച്ചു. ക്രൂശ് നമ്മോട് പറയുന്നത് what is popular may not be right and right is mostly not popular. ക്രിസ്തുവിൻ്റെ സുവിശേഷവും ക്രിസ്തുവിൻ്റെ സൗഖ്യവും അത്ര സ്വീകരിച്ചവർ പോലും അവൻ്റെ ക്രൂശീകരണത്തിൽ മൗനമാണ് അവലംബിച്ചത്. ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെടുന്ന, ക്രിസ്തുവിനാൽ പുതുക്കപ്പെടുന്ന, ക്രിസ്തുവിനാൽ സൗഖ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമം, യേശുക്രിസ്തുവിൻ്റെ സ്മരണ, യേശുക്രിസ്തുവിൻ്റെ ആളത്വം, യേശുക്രിസ്തുവുമായുള്ള ബന്ധം മരണാനുഭവത്തിലേക്ക് പോകുന്നവരെ ഉയർപ്പിക്കുന്നു. സമൂഹം ഒറ്റപ്പെടുത്തുന്നവരെ ചേർത്തുപിടിക്കുന്നു. സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിക്കൽ ഒറ്റയ്ക്കിരുന്നവനെ ചേർത്തുപിടിക്കുന്നു. ആ ഉടന്തനായ മനുഷ്യനെ ചേർത്ത് പിടിച്ച് സൗഖ്യമുള്ളവനായി നടക്കുന്നവനായി തീർക്കുന്നത് ക്രൂശിൽ മരിച്ച് മരണത്തെ കൊന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. അതുകൊണ്ട് ക്രൂശ് സൗഖ്യത്തിൻ്റെ, പുതുക്കത്തിൻ്റെ, പുതിയ സാധ്യതയുടെ അടയാളമാണ്. വാട്ട് ഈസ് പോപ്പുലർ മേ നോട്ട് ബി റൈറ്റ് ആൻഡ് റൈറ്റ് മേ നോട്ട് ബി പോപ്പുലർ ഓൾസോ. ക്രൂശിക്കപ്പെടാൻ എളുപ്പമാണ്. ഒരു സമൂഹത്തെ തിരിച്ചുവിട്ടാൽ ഏത് നന്മയും ക്രൂശിക്കുന്നവരായി സമൂഹം മാറാം. എന്നാൽ നന്മ പുനരുദ്ധാനം ചെയ്യുക തന്നെ ചെയ്യും. അതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തിനോടുള്ള യേശുക്രിസ്തുവിൻ്റെ ഉപദേശവും അതുതന്നെയാണ്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ ഉള്ള വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കുന്നതാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് പുനരുദ്ധാനവും പുതിയ ജീവനും പുതിയ പ്രത്യാശയും പുതിയ സൗഖ്യവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ.